പിന്നെ ആസ് എ കോമൺ മാൻ ഒരു ബാച്ചിലർ ആയിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തിരുമ്പാൻ കുറേ ഉണ്ടാവും. പിന്നെ ഒറ്റക്കല്ലേ, കല്യാണമൊക്കെ കഴിച്ചിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരുമ്പേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഒന്നുമല്ല, നമ്മൾ തന്നെ തിരുമ്പി കഴിഞ്ഞ് നമ്മൾ തന്നെ സാധനങ്ങൾ തിരുമ്പുക. പിന്നെ വാഷിംഗ് മെഷീൻ എന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ലാഭം, അല്ലാന്നുണ്ടെങ്കിൽ വല്ലതും ഈ കല്ലുമ്മക്കും പോയിട്ട് തിരുമ്പേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഞാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വിഘ്നേഷ്, അപ്പോൾ ഓൻ്റെ ഹോസ്റ്റലിലേക്കാണ്. അപ്പോൾ അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഞങ്ങളിവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, പക്ഷേ വാഷിംഗ് മെഷീൻ ഞങ്ങൾ എന്തായാലും മേടിക്കും. ഈ ഒരു മാസത്തിൽ അല്ലേ ജനുവരിയിൽ ഫസ്റ്റിൽ 1-ാം തീയതി ആയിട്ട് തുടക്കം തന്നെ ഈ സാധനം മേടിക്കാമെന്നുള്ള മൈൻഡില്ല. പിന്നെ അവിടെ വന്ന് ഓട്ടോമാറ്റിക്കാണ്, അതാകുമ്പോൾ സുഖമാണ്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അതൊരു 12 മണിയാകുമ്പോഴല്ല ഞാൻ അവിടെ കൊണ്ടിട്ടത്. പിന്നെ ഒരു മണിയാകുമ്പോഴേക്കും അത് സാധനം കജ്ജും. പിന്നെ ഞാൻ കുറേ ഓനെ വിളിച്ചു നോക്കി, എന്നാൽ ഓനൊന്ന് ഫ്രെയിമിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഭാഗ്യവശാൽ ഓൻ ഇറങ്ങി വന്നില്ല. പിന്നെ ഞാൻ തന്നെ അവിടെ പോയിട്ട് ഞാൻ തന്നെ ഇട്ടിട്ട് ഞാൻ